ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോണിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴും ഐസ്ക്രീം ഉണ്ടാക്കുമ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒന്നാണ്. അപ്പം നമുക്ക് വീടുകളിൽ തന്നെ ഇത് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആ സമയത്ത് നമുക്ക് എളുപ്പമാകും. ഇത് ഉണ്ടാക്കാനായിട്ട് അധികം ടൈമൊന്നും വേണ്ട. ആ പാലൊന്ന് വറ്റി വരുന്ന ടൈമാണ്. ഒരു അരമണിക്കൂറോളമൊക്കെ എടുക്കും പാല് വറ്റി വരാനായിട്ട്. അപ്പോൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 600 ml മിൽക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കോണിൽ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഓരോ ദിവസം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഈ പാല് ഇത് അടുപ്പിലേക്ക് തിളപ്പിക്കാനായിട്ട് വെക്കണം. ഞാനിവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഞാൻ 150 ഗ്രാം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാല് തിളച്ച് വരുന്നത് വരെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഈ പാല് തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പാല് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് തിളച്ച് തൂവിപ്പോകും. ഈ പാലിന് തിളച്ച് വറ്റി വരണം, എങ്കിൽ മാത്രമേ അത് കണ്ടൻസ്ഡ് മിൽക്കായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ തിളച്ച് പോകും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞത്. ഇനി ഈ ലോ ഫ്ലെയിമിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതൊന്ന് വറ്റി വരണം. അപ്പോൾ ആ പഞ്ചസാരയൊക്കെ ഇപ്പം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അത് ഈ പാലിന് നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ ഇടയ്ക്കൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങി. ഇത് പകുതിയോളം വറ്റി വന്നിട്ടുമുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ബേക്കിംഗ് സോഡ ഇല്ലാതെയും ഇങ്ങനെ ഈ ഷുഗറും മിൽക്കും മാത്രമായിട്ടും കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കി എടുക്കാറുണ്ട്. പക്ഷേ 1 പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്തെടുക്കുമ്പോഴത്തേക്കും അതിന് നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും. അപ്പം ഞാനതിലേക്ക് ഇപ്പോൾ 1 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ബേക്കിംഗ് സോഡ 1 പിഞ്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതിൽ നിന്നും ഒരു 1/2 സ്പൂൺ പാലെടുത്തൊന്ന് കലക്കിയതിന് ശേഷം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. നേരിട്ട് അങ്ങ് ഒഴിക്കുമ്പോഴത്തേക്കും നല്ല പതയായിട്ട് വരും. നേരിട്ട് ഒഴിക്കുമ്പോഴത്തേക്കും ഇതുപോലെ പതഞ്ഞ് വരും. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം കൂടി ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയി കിട്ടും. ഈ ബബിളൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നേരത്തെയൊക്കെ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഷുഗറും മിൽക്കും മാത്രം വെച്ചായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് ഞാനിങ്ങനെ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പം നല്ല ടേസ്റ്റാണ്. അതോ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നല്ല ക്രീമിയാണ് നമ്മളിങ്ങനെ ബേക്കിംഗ് സോഡ ചേർത്ത് ഉണ്ടാക്കുമ്പം. അപ്പം നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, പാല് തിളച്ച് തൂവി പോകരുത്. കാരണം പെട്ടെന്ന് തന്നെ ബേക്കിംഗ് സോഡ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് തിളച്ച് വരും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് തൂവിപ്പോവും. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും നല്ല നല്ല ടേസ്റ്റി ആയിരിക്കും ഈ കണ്ടൻസ്ഡ് മിൽക്ക്. ഇതിൻ്റെ ആ ഒരു ബബിളൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ബബിളൊക്കെ വറ്റി ഇതുപോലെ പീച്ച് കളറിലായി വരണം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നല്ല ക്രീമിയും അതുപോലെ തന്നെ തിക്കും ആയിരിക്കണം. കണ്ടോ? അപ്പോൾ ഇതുപോലെയുള്ള കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റുകൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.